കണ്ടിട്ടുണ്ട്. ആണോ? അനിയന്റിയുടെ ഷോ കണ്ടിട്ട് എന്നാ പറയുന്നത്? ഇഷ്ടമായോ കൊച്ചിന്? ആണോ? എന്നാ അനിയന്റിയുടെ ഷോ കണ്ടിട്ട് കൊച്ചു വീട്ടിൽ എന്നേലും പരീക്ഷിച്ചോ? ദൈവമേ, ഞാൻ ചോദിക്കട്ടെ ഈശ്വര. ചീര സാമ്പാർ ഉണ്ടല്ലോ, അത് ഇതുവരെ ഉണ്ടാക്കിയില്ലായിരുന്നോ? അല്ല അല്ല, അത് ഞാൻ ട്രൈ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ എന്റെ അഭിപ്രായമൊക്കെ. പിന്നെ ആന്റിയുടെ വീട്ടിലോ? ആന്റിക്ക് 3 മക്കളാ ഉള്ളത്. അതെന്നറിയോ? ചേട്ടന്മാരാ. അമ്മമാർക്ക് ഈ പറഞ്ഞ കൂട്ടുണ്ടല്ലോ, തട്ടിപ്പ് വിദ്യകളൊന്നും നോക്കുകയല്ല. നല്ലതായിട്ട് ബിരിയാണി വേണം, നോൺ വെജ് എന്നതേലൊക്കെ വേണം. അപ്പൊ ആന്റി എല്ലാം ഉണ്ടാക്കി കൊടുക്കും. എന്റെ കുഞ്ഞ് എന്തായാലും ചിക്കൻ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കിയേ. എന്നാ വെച്ചെന്ന് പറഞ്ഞ പ്രേമേട്ടാ ചേച്ചി കഴിക്കൂ. തീർച്ചയായിട്ടും. എന്തോ കൊള്ളാമോ? കുഞ്ഞ് കഴിച്ചോ? മിക്സ് ചെയ്ത് കഴിക്കണം. അതിനകത്ത് ആന്റി ഇങ്ങനെ ലെയർ ആയിട്ടാ ചെയ്തേക്കുന്നത് അല്ലേ? നന്നായിട്ടുണ്ട്. വീട്ടിലിരിക്കുന്ന എനിക്ക് ഇന്നിപ്പം ആനിയാണ് എത്രയോ സിനിമകളില് നായിക പദവി അലങ്കരിച്ച് വലിയൊരു സംവിധായകന്റെ ഭാര്യ. എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെ പറയരുത്, എനിക്ക് വാക്കുകൾ വരുന്നില്ല മറുപടി. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്റെ ഷോയുടെ മെയിൻ എന്നാന്നറിയാവോ? അടുക്കള അരങ്ങാക്കിയ ഷോയാട്ടോ അത്. അതുകൊണ്ട് നമ്മളാരും സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നു എന്നൊന്നും നമ്മൾ പറയാൻ നോക്കുകയല്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? എനിക്ക് നാടൻ ഭക്ഷണങ്ങളാണ്. ഇപ്പോൾ അത് കപ്പയും മീൻ കറി ഇഷ്ടമാണ്, ചോറും കറികൾ ഇഷ്ടമാണ്, ഇപ്പോൾ ദോശയും ചമ്മന്തി ഇഷ്ടമാണ്, ഇഡ്ഡലിയും സാമ്പാറും ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള നമ്മുടെ പുട്ടും കടലക്കറി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ നമ്മുടെ സിനിമയിലൊക്കെ ഈ പ്രൊഡക്ഷൻ ഫുഡ് കൊണ്ടുവരുമ്പോൾ എനിക്ക് അതിനകത്ത് ഏറ്റവും ഞാൻ രാത്രി കഴിക്കുന്നത് വെച്ചാൽ ഈ കഞ്ഞിയും പയറും, അതിൻ്റെ കൂടെ ഒരു ഉണക്ക മീനുണ്ടാവും. എന്തൊരു ടേസ്റ്റാണ് ഇതൊക്കെ. അതെങ്ങനെ മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലേ? സിനിമയിലേക്ക് പ്രേമേട്ടൻ വന്നില്ലേ? സിനിമ കയറുന്നത് ശരിക്കും മെഡ്രാസ് വന്നിട്ട് അതുവഴിയാ പോകുന്നതെന്ന്. അപ്പോൾ ഈ മെഡ്രാസ് ചെല്ലുമ്പം കുറേ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, സിനിമയുടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കുറേ ത്യാഗങ്ങളൊക്കെ സഹിക്കണം എന്നറിയാം. അതായത് ഈ പട്ടിണി കിടക്കണം, അതും ഒക്കത്തില്ല. ഇതൊന്നും സഹിക്കാൻ വയ്യാത്തവരും കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പൈപ്പിൽ നിന്നൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന്. വിശപ്പ് സിനിമയുടെ ഒരു അപ്പോൾ ഒത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറയും പ്രേമേട്ട, ചോദിക്കുന്നത് അഹങ്കാരം എന്ന് തോന്നല്ലേ? പ്രേമേട്ടൻ വെള്ളം കുടിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ വെള്ളം കുടിച്ചു എന്നുള്ളത് പ്രശ്നമാണ്. അത് എൻ്റെ ആദ്യം റിലീസ് ചെയ്ത സിനിമ, അത് അരങ്ങെന്ന് പറയുന്നൊരു സിനിമയാണ്. അത് ചന്ദ്രശേഖരൻ സാർ നമ്മളെ വലിയ ലോകവും ചെറിയ ലോകവും വലിയ മനുഷ്യരും ഒക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ, അരങ്ങ് എന്ന് പറയുന്ന സിനിമ. അതാണ് എൻ്റെ ആദ്യം റിലീസ് ചെയ്ത സിനിമ. അപ്പോൾ അതിനകത്ത് ഞാനൊരു ഊമയായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഒരു ഊമയാണ്, കുറച്ച് ഇതേ ഉള്ളൂ. പക്ഷേ ഈ ഊമ എന്ന് പറയുന്ന ഒരു മർഡറിൻ്റെ ശരിക്കുള്ള ഒരേ ഒരു വിറ്റ്നസ് ഇയാളാണ്. അപ്പോൾ ഇയാൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ, പക്ഷേ ഊമയാണ്. അപ്പോൾ ഇയാളൊരു പോലീസ് ഓഫീസർ, നമ്മളെ ഗീത ചേച്ചിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് പുന്നമടക്കായലിൽ ആലപ്പുഴയാണ് ഷൂട്ടിങ്. അപ്പോൾ ഒരു ബോട്ടിൽ എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ പിന്നെ ഈ പോലീസ് ഓഫീസറുടെ വേഷത്തിൽ നിന്നിട്ട് ഗീത ചേച്ചി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ ഒരു ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് ഈ ഓടുന്ന ബോട്ടിൽ നിന്ന് ഞാൻ വെള്ളത്തിൽ കായലിലോട്ട് ചാടണം. അപ്പം ഞാൻ എൻ്റെ ഡയറക്ടറോട് പറഞ്ഞു, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതല്ല സിനിമയില്ല, അപ്പം നമുക്ക് അങ്ങനെ പറയാനുള്ളൊരു ഇതൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. അപ്പോൾ സാർ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട പ്രേംകുമാർ, ഒന്നും പേടിക്കണ്ട. കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് നീന്തൽ വിദഗ്ധരെ ഞാൻ ഈ ചുറ്റും വിന്യസിച്ചിട്ടുണ്ട്. പ്രേംകുമാരുടെ അടുത്ത് ചാടുക, അവരങ്ങ് രക്ഷപ്പെടുത്തിക്കോളൂ, ഒരു പ്രശ്നം, ഒരു ടെൻഷനും വേണ്ട. നീന്തൽ അറിയണ്ട, നീന്തലേ അറിഞ്ഞൂടാ, വെള്ളത്തിലിട്ടാൽ അവിടെ കഴിഞ്ഞു നമ്മുടെ കാര്യം. അങ്ങനെ ഇത് സംഭവം ഈ ബോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. പുന്നമടക്കായലല്ല, ആലപ്പുഴ പുന്നമടക്കായൽ. കടൽ പോലെ കിടക്കുന്ന ഭയങ്കര കായലല്ലേ അത്. അതിങ്ങനെ അതിൻ്റെ നടുക്കൂടെ അതിൻ്റെ മധ്യത്തിൽ കൂടെ ഇങ്ങനെ ഈ നമ്മുടെ ബോട്ടിങ്ങനെ ഓടുന്നു. അപ്പം മറ്റേ ഇതല്ലേ ഈ നമ്മുടെ ഇതിൻ്റെ ക്യാമറ, ഇന്നത്തെ ഡിജിറ്റലും സംഭവമൊന്നുമില്ലല്ലോ. ഇന്നിപ്പോൾ അങ്ങനെ മൊബൈൽ ഫോണിൽ സിനിമ എടുക്കും. പക്ഷെ അന്ന് ഈ ക്യാമറയുടെ ഇതിൻ്റെ ശബ്ദം ഇത് തുറക്കുമ്പോൾ അതിൻ്റെ ഡ്രോന്ന് ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ഫിലിം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കാശ് എൻ്റെ പ്രൊഡ്യൂസറെ കാശ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ചാടാനുള്ള ടെൻഷൻ. ക്വസ്റ്റ്യൻ ചെയ്ത് അവസാനം ഈ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു തുടങ്ങി. ഞാൻ ചാടുന്നില്ല. അപ്പോൾ ഇത് അഡ്ജസ്റ്റ്. അപ്പോൾ ഇതിനോട് ബാക്കിൽ നിന്ന് ഡയറക്ടറെല്ലാം ചാടും എന്നൊക്കെ ഇങ്ങനെ. എനിക്കാണെങ്കിൽ വെള്ളത്തിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ പറയും. അവസാനം ഈ സൗണ്ടും ഈ ക്യാമറയുടെ സൗണ്ടും പ്രൊഡ്യൂസറുടെ മുഖവും ഒക്കെ കൂടി ഇങ്ങനെ മനസ്സിൽ വന്നു. പിന്നെ സാറ് പറഞ്ഞു, ഇവിടെ എല്ലാ നീന്തൽ വിദഗ്ധരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തും വരട്ടെ എന്ന് വെച്ചാൽ അവസാനം ഇവരെല്ലാം കൂടെ നിർബന്ധം വെച്ചിട്ട് എടുത്തങ്ങ് ചാടി. ഞാൻ കുറേ നേരം സൈലൻസ്, കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഔട്ട്. ഞാനിങ്ങനെ ഏതാണ്ട് കിലോമീറ്ററുകളോളം ഈ പുന്നമടക്കായലിൻ്റെ നടുക്കൂടെ ഇങ്ങനെ താഴോട്ട് പോവുക. എപ്പോഴോ ഒന്ന് ഞാൻ പൊങ്ങി വന്നു.
നമ്മളാലല്ല, എങ്ങനെയോ വന്ന് വീണ്ടും അതേപോലെ താന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ പൊങ്ങി വന്നു. ഒന്നും ഒരു ഓർമ്മയില്ല. അപ്പോൾ പക്ഷെ അടിയിൽ പോകുമ്പോഴും ഈ കുറച്ച് വെള്ളം കുടിച്ചു എന്ന് ഞാൻ പാലങ്കാരിക്കായിട്ട് പറഞ്ഞെന്നുള്ളൂ. വെള്ളം ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. ഇതങ്ങനെ ആ ഒരു ഇതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അത് പൊങ്ങി വന്നത്. ഞാൻ നോക്കുമ്പോൾ ഈ പരിസരത്തൊന്നും ഒരു മനുഷ്യനും ഇല്ല ഇവിടെ. ഞാൻ കയ്യൊക്കെ ഇട്ടടിക്കുന്നപ്പോൾ ആൾക്കാർ നീന്തലറിഞ്ഞില്ലാത്ത ഒരാൾ ഇത്രയും ധൈര്യമായിട്ട് വെള്ളത്തിൽ ചാടുന്നതിനാണ് പലരുടെയും ചിന്ത. പക്ഷേ എങ്ങനെ അവസാനം ഇവിടെ നിന്നൊക്കെ കുറച്ച് പേര് വന്ന് വിളിച്ച് കരയെ കൊണ്ട് ഇതാക്കി. അന്ന് ശരിക്കും മരണത്തെ മുഖാമുഖം കണ്ടിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ സത്യമാണ്. കാര്യം വെച്ചാൽ ഇതിനകത്ത് സംഭവിച്ചത് ഒരു ആരെയോ കുറേ നീന്തൽ വിദഗ്ധരെയൊക്കെ അടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബോട്ട് എൻ്റെ ഒരു ടെൻഷനിൽ ഇത് കുറേ അങ്ങ് മുന്നോട്ട് പോയി. എന്നിട്ടാണ് ഞാൻ ചാടിയത്. അവർ നിന്നേന്ന് കുറച്ച് പേര് നിർത്തിയിട്ടുണ്ടായിരുന്നു, അത് സത്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് ബോട്ട് ഞാൻ ചാടിയത്. അപ്പോഴത്തേക്ക് ബോട്ട് ഇങ്ങനെ കഴിഞ്ഞ് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇവരെല്ലാം കൂടെ പുറകെ വന്നിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തിയതാണ്. അന്ന് ശരിക്കും കഴിയേണ്ടത് അങ്ങനെ ശരിക്കും വെള്ളം കുടിച്ചു അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം. അങ്ങനെ അഭിനയിച്ച് പിന്നെ ആദ്യത്തെ സിനിമയിൽ അങ്ങനെ വെള്ളം കുടിച്ചു. പക്ഷേ ചേട്ടാ അന്നേരം ഉണ്ടായിരുന്ന ഒരു മാനസിക ഇതെന്തായിരുന്നു? ചാടുകയും ചെയ്തു, എന്നെ ആരും രക്ഷിക്കാനും വരുന്നില്ല. അത് കഴിഞ്ഞ് ബോട്ടിലോട്ട് കയറിയപ്പോഴുള്ള അവസ്ഥയെ നമുക്ക് ദേഷ്യം തോന്നിയോ, സങ്കടം വരികയോ? അല്ല, അപ്പൊ പിന്നെ ഇതിനെ കുറിച്ചൊന്നും അങ്ങനെ വേറെ ചിന്തയൊന്നുമില്ല. പക്ഷെ പിന്നീട് എല്ലാവരും നന്നായി ഗംഭീരമായി എന്നൊക്കെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. ഇതിന്റെ വേറൊരു ഇതിന്റെ ഒരു ആന്റി ക്ലൈമാക്സ് എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് എന്നെ ഈ കരയിൽ ഞാനിങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് അവിടുത്തെ നാട്ടുകാർ കുറേ പേര് വന്നിട്ട് എന്ത് ധൈര്യത്തിനടുത്ത് ചാടിയത്. അടിയിൽ എന്താണെന്നറിയാം, മുതല, മറ്റേ നീർനായ. ഇവിടെയൊക്കെ ഒരു വീട് കഴിഞ്ഞാൽ ഡെഡ് ബോഡി കടലിൽ ചെന്നാൽ പോലും കിട്ടത്തില്ല ഈ സംഭവം. അറിയാം, അടിയൊഴുക്കുന്നതിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെങ്ങനെ പേടിപ്പിക്കാൻ തുടങ്ങി. ഇത് ആദ്യമേ ഞാൻ ഇത് കേട്ടിരുന്നെങ്കിൽ അതോടെ കഴിഞ്ഞു തന്നെ സംഭവം. ചാടുകയില്ല ഇനി മുതല വല്ല ഫോണിലോട്ട് ഇതൊക്കെ അവിടെ ഉള്ളതാ ശരിക്കും. എന്തോ ഒരു ദൈവാനുഗ്രഹം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ദൈവത്തെ അന്തം വിട്ട് ഇങ്ങനെ മുറുകെ പിടിക്കുന്നത്. കാര്യം അത് ദൈവത്തിൻ്റെ ഒരു കരങ്ങൾ തന്നെയാണ് അവിടെ എന്നെ രക്ഷപ്പെടുത്തിയത്. ശരിയാ. പ്രേമേട്ട, ഈ സിനിമയിലെ നമുക്ക് കാശ് കിട്ടുന്ന കാര്യത്തിൽ വലിയ ഏനക്കേട് തന്നെയാണ് അല്ലേ? എല്ലാ പ്രാവശ്യവും നേരെ ഒന്നും കിട്ടുകയല്ല. അത് നേരെ പ്രേമേട്ടന് വണ്ടിച്ചൊക്കെ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? അല്ല, എനിക്കങ്ങനെ സിനിമയിൽ അധികം അങ്ങനെ കിട്ടിയിട്ടില്ലേ? ഒരുപാട് പറ്റിക്കൽസ് ഒന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എങ്കിലും കുറേ ചെക്കുകൾ നമ്മുടെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ അതൊക്കെ കാണുന്നത്. അതില് യാതൊരു പരിഭവവും ഇല്ല, അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് അവര് നമ്മളെ മനഃപൂർവ്വം തരാതിരിക്കുന്നൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഇല്ല അങ്ങനെ തോന്നുന്നില്ല. ഇനി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ഏതാ? അല്ല, എനിക്ക് അങ്ങനെ എത്രയോ ഇപ്പോൾ ലാലേട്ടനോ അല്ലെങ്കിൽ അവരൊക്കെ ഇനി ചെയ്യാൻ ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് പറയാറുണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എക്സ്പ്രഷൻസ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ അല്ലേ? അങ്ങനെ എനിക്ക് ഒരു ക്യാരക്ടർ എന്ന് പറയാൻ അങ്ങനെ പറ്റില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നൊരു ഇതാണ്, എല്ലാ ഇമോഷൻസും എല്ലാ എക്സ്പ്രഷൻസും മനുഷ്യൻ്റെ കാണിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം. തീർച്ചയായിട്ടും. കാര്യം എപ്പോഴും തമാശ മാത്രമായിട്ടോ അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആയിട്ടോ മാത്രമോ എപ്പോഴും ഭയങ്കര ദേഷ്യമായിട്ടോ അങ്ങനെയല്ല. എല്ലാ ഇമോഷൻസും മനുഷ്യനെന്ന് പറയുന്നത് അങ്ങനെയാണ്. അവന് 24 മണിക്കൂറും ഇങ്ങനെ പല 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 രീതിയിലാണ്. അപ്പോൾ അത്തരം എല്ലാ ഇതും നമുക്ക് ഒന്ന് സ്പർശിച്ച് പോകാൻ പറ്റുന്ന ഒരു കഥാപാത്രം. ഇനി നമ്മുടെ പ്രേക്ഷകരോട് ഒരു കാര്യമേ ഉള്ളൂ. പ്രേമേട്ടൻ്റെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, പ്രേമേട്ടൻ്റെ എയിം കേട്ടു. ചേച്ചിയും പ്രേമേട്ടനും ഒരു സ്പെഷ്യൽ താങ്ക്സ്. എൻ്റെ ഷോയിൽ വന്ന് ഇത്രയും എന്നാ പറയുന്നത് ഓപ്പണായിട്ട് സംസാരിക്കുകയും എന്നോട് രുചികളെക്കുറിച്ചും അഭിരുചികളെക്കുറിച്ചും സിനിമ വിശേഷങ്ങളും ഒത്തിരി 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 പറഞ്ഞില്ലേ, അതിന് സ്പെഷ്യൽ താങ്ക്സ്. താങ്ക്സ് ഞങ്ങളാണ് പറയേണ്ടത്. ഇപ്പോൾ ജിഷ നേരത്തെ പറഞ്ഞു, ഒരു പ്രശസ്ത താരം, പ്രശസ്തമായ ഒരു സംവിധായകൻ്റെ ഭാര്യ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി തന്നു എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. പക്ഷേ അതിന് ഏറ്റവും സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞത് ഇത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കഴിഞ്ഞു, ഏതാണ്ട് കഴിഞ്ഞു. ടേസ്റ്റാണ് വളരെ എന്താ ഒരു പ്രൊഫഷണൽ ഒരാളുണ്ടാക്കിയ. നമ്മുടെ സാധാരണ ഈ കാസർഗോഡ് തലശ്ശേരി ഭാഗത്തു നിന്നൊക്കെയാണ് നല്ല കോഴിക്കോട് ബിരിയാണിയുടെ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് അവിടെ. അതിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ